തങ്കോക്കാ ആ വരുന്നേ ആ ഉണ്ടാക്ക. ഇതെന്തത്? പാലക്കാ ഇതോ? വെള്ളം, പച്ച വെള്ളം. மாட்டுக்கு தீவனம் மாத்தி கொடுத்துருக்கேன். എന്ത് தீவனம் தீவனம் மாட்டுக்கு சாப்பாடு. അതിന് அது ஒரு 2 வாரம் ஆகும் அதுக்கு செட் ஆகுறதுக்கு. அதனால அது வரைக்கும் கொஞ்சம் இப்படி தான் இருக்கும். அட்ஜஸ்ட் பண்ணிக்கேக்கா. എങ്ങനെ അഡ്ജസ്റ്റ് പണ്ണും? എങ്ങനെ ചെയ്യും ഞാൻ? ഒരു കുപ്പിയും കൊണ്ട് ഞാൻ രാവിലെ വൈകുന്നേരം ചായ എടുത്ത് കൊച്ചിന് ഒരു ഗ്ലാസ് രാത്രി കുടിക്കാനും കൊടുക്കും. ഇപ്പൊ ഇതൊന്നും തികയണില്ല. ചായ തന്നെ വെള്ളം പോലെ കിടക്കും. ക്ലീറ്റോന്റെ മുഖത്ത് ഇത് ഇങ്ങനെ ഇരിക്കും. நாடே மழை பெஞ்சு தண்ணியில போயிட்டு இருக்கு. உனக்கு பால்ல தண்ணி இருக்கிறது பெரிய பிரச்சனை. കുടിക്കാം. അതിനെന്നാ ഒരു കാര്യം ചെയ്യ്. 22 രൂപയല്ലേ ഇപ്പൊ 1 ലിറ്ററിന്. അത് കുറക്കി 18 ആക്ക്. அப்படிலாம் சொல்லக்கூடாது. அப்புறம் பெரிய பிரச்சனை ஆயிடும். சரி நீ அதை விடு. உனக்கு ஒரு விஷயம் தெரியுமா? விஷயம் மாட்டணும். இல்லக்கா நான் சொல்றதை கேளு. நம்ம பக்கத்து வீட்டு ஷாமலாக்கா வீட்டுல இல்ல, அங்க ஒரு சம்பவம் நடந்துச்சு. 2 நாள் முன்னாடி திருட வந்துட்டான். വീട്ടില് ആ പാടത്തിന്റെ അപ്പുറത്തുള്ളത്. എന്നിട്ട് വീട്ടിലിരുന്ന പണം 25,000. அப்புறம் வந்து அந்த அக்காவோட 10 பவுன் மாலை எல்லாத்தையும் எடுத்துட்டு போயிட்டாங்கக்கா. நல்ல வேளை அந்த அண்ணன் வந்து பிடிக்க வந்தப்ப கத்தி காட்டி மிரட்டிட்டான். ஆமாக்கா. ஐயோ எனக்கு ஒரே பயம் போங்க. எனக்கு இருக்கிறதே இந்த காப்பவன் தோடு. அத கூட நான் கழட்டி பத்திரமா வச்சுட்டு பூட்டிட்டு தான் தூங்குறேன். நீயும் பார்த்து இருந்துக்காக்கா. എനിക്ക് അങ്ങനെ പാക്കേണ്ട കാര്യമില്ല. എന്റെ സമ്പാദ്യം 620 രൂപ അവിടെ ഒരു ഡെപ്പിലുണ്ട്. അത് ആരും കൊണ്ടുപോകില്ലായിരിക്കും. சரிக்கா நீ பார்த்து பத்திரமா இருந்துக்க. எல்லாத்தையும் பூட்டிக்க. என்ன நான் போயிட்டு வரேன். അതെ പശുവിന് ഈടായിട്ട് ദാഹം ഇത്തിരി കൂടുതലുണ്ട് കേട്ടോ. അയ്യോ இந்த ക്ലീറ്റോ സാർക്ക് ரொம்ப താമസം പാലിൽ കാണുന്നുണ്ട്. പറഞ്ഞ നന്നായി. ശ്യാമളയുടെ വീട്ടിൽ കള്ളം കയറിയെന്ന്. ശ്യാമളയുടെ വീട്ടിലാ? നിങ്ങൾ പൊതുപ്രവർത്തകനല്ലേ, ഒന്നും അറിയണ്ട. അയ്യോ അതപ്പോ 10 മാല 25,000 രൂപയും കൊണ്ടുപോയത്. പോയാ അങ്ങനെ തന്നെ വേണം. പാർട്ടി പിരിവ് ചോദിച്ചു വന്നപ്പോഴേ ഒരു വകയും തന്നില്ല. അങ്ങനെ തന്നെ പോണം. ഇവരുടെ പൊതുപ്രവർത്തകൻ, നാട്ടിലെ പൊതുപ്രവർത്തകൻ. നമ്മുടെ മാല എവിടെ? മാല എവിടെ? അയ്യോ എന്റെ മാല എവിടെ? എന്റെ മാല കള്ളം കൊണ്ടുപോയതാണോ? എന്റെ മാല കാണുന്നില്ല. കള്ളം കയറിയത് ശ്യാമള എന്റെ മാല എവിടെ പോയി? എന്റെ മാല കാണുന്നില്ലേ? നോക്കാതെ എങ്ങനെ അറിയും? മൂന്നര പവന്റെ മാലയാണ്. എത്ര വിഷമിച്ചിട്ട് ഞാനത് പറയാൻ വയ്യ. എന്റെ കഴുത്ത് ദൂരം ചെയ്തിട്ടില്ല. ഒരു മാലയാ? ഹബീബാര് വാങ്ങിച്ചു തന്നതാണ്. ദൈവമേ, നാട്ടുകാർ ഓർക്കുമല്ലോ ദൈവം ഇതിനെന്താ. മാല പോയ നമുക്ക് വേറെ വാങ്ങിക്കാം. അമ്മ പോയാൽ വേറെ കിട്ടൂല. ഉള്ള കാര്യം ഞാൻ പറഞ്ഞു വിളിച്ച് പ്രഷർ കൂട്ടണത്. നമുക്ക് നോക്കാം. ഇതിപ്പോ കള്ളം കയറിയത് ശ്യാമളയുടെ വീട്ടിലല്ലേ? അതിന് അമ്മ ഇവിടെ കിടന്ന് വേള വെക്കൽ അവിടെ ഉണ്ടാവും. നോക്കട്ടെ, പോയി നോക്കണേ. അമ്മയുടെ ആരും മരിച്ച പോലെ ഉണ്ടല്ലോ. അപ്പുറപ്പുറം ആൾക്കാരുണ്ടമ്മ. അവര് കേട്ട കള്ളം കൊണ്ടായി സാധനം ഞാൻ എടുത്തു വെക്കാം. അത് കൊളുത്ത് വിട്ടിട്ട് കട്ടില് കിടക്കുന്നത്. മാല സൂക്ഷിക്കാണ്ട കള്ളം കൊണ്ടായിത്ര. കുറച്ച് സമയം ഒന്ന് പേടിച്ചല്ല. വല്ലപ്പോഴൊക്കെ പണയം വെക്കാൻ ചോദിക്കുമ്പോ തരണം. ഇല്ലേ കർത്താവ് ഇതുപോലെ പേടിപ്പിക്കും. രാവിലെ തന്നെ മനുഷ്യനെ പേടിപ്പിച്ചിട്ട് ഇന്നല്ലാണ്ട് ഇവിടെ അങ്ങനെ അവിടത്തെ പോലെ വാതിലും തുറന്നിട്ട് കിടക്കുന്നല്ല. ഗ്രില്ലുണ്ട്, കഥകുണ്ട്. പൂട്ടിയിട്ട് ഭദ്രമായിട്ട് നോക്കിയിട്ടാ ഞാൻ കിടക്കാറുള്ളൂ. ഒന്ന് കടിച്ചു കൂട്ടിക്കാം. അവയിലാരെ മരിച്ചപ്പോ പോലും ഇങ്ങനെ വിളിച്ചിട്ടുണ്ടോ? എന്തൊരു വിളിയാ വിളിച്ചത്? ഇന്നല്ലാതെ കളിപ്പിക്കൽ. ഞാൻ വിസ്തരിക്കും. അവനറിയാം അവന്റെ ഒരു ഭാവം പോകുമ്പോഴത്തേക്ക് അവന്റെ വിഷമം കഴിഞ്ഞല്ലോ. ഇനി എന്തിനാ എണ്ണി പറക്കണേ? ഞാൻ പേടിച്ചു. പാല് കൊടുത്തില്ലേ? ചായ വെക്കടി. ചായ ഇടും. ഇതാണ് പാല് കൊണ്ടുവന്നത് എനിക്ക് ഇഷ്ടമല്ലാത്തത്. എന്നെ കണ്ട ഇവിടെ എല്ലാവർക്കും വിചാരം ഞാൻ ചായ ഉണ്ടാക്കാൻ യന്ത്രമാണെന്ന് വിചാരിക്കും. അവളുടെ ഒരു പാല്. അതെ, നമുക്കൊരു ചായ ഇവിടെ വെക്കാം. അവളങ്ങനെ പറഞ്ഞെങ്കിലും അവള് വെറുതെ പറഞ്ഞതല്ല. അവളിപ്പോ ചായ ഇടും. എന്നാലും നമുക്ക്
ഞാൻ വല്ലാതായി പോടാ. എന്ത്? ഞാൻ തളർന്നു പോയി. പിന്നെ ഒരു പേടി വയസ്സുകാലത്ത് മനുഷ്യനെ ഓരോ കാട്ടിക്കൂട്ടാൻ വേണ്ടിട്ട് അന്ന് പോയി കിടക്കട്ടെ. ഇന്നിന് ഇത് മതി. എല്ലാവർക്കും നമസ്കാരം. പ്രിയമുള്ള എൻ്റെ അണികളെ, വളരെ ഗൗരവമുള്ള ഒരു വിഷയം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ വരുന്ന 15-ാം തീയതി നമ്മൾ ഒരു സെക്രട്ടേറിയറ്റ് മാർച്ച് വെച്ചിട്ടുണ്ട്. അതെല്ലാവരെയും ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്. നമ്മളത് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ അവിടെ നിന്നും മാർച്ച് ആരംഭിച്ചു കഴിഞ്ഞാൽ നേരെ സെക്രട്ടേറിയറ്റ് പടിക്കലാണ് നമ്മൾ ഈ മാർച്ച് എത്തിച്ചേരുന്നത്. അവിടെ എത്തിച്ചേരുമ്പോൾ പോലീസ് ഉണ്ടാവും, അവർ നമ്മളെ തടയും, ലാത്തി ചാർജ് ഉണ്ടാവും, ജലപീരങ്കി ഉണ്ടാവും. പക്ഷേ അതിലൊന്നും നമ്മൾ പതറരുത്. വളരെ ശക്തമായി തന്നെ നമ്മളെ ഗേറ്റ് ഇടിച്ച് അകത്ത് കടക്കാനുള്ള ശ്രമം നടത്തണം. പോലീസുമായിട്ട് മൽപ്പിടുത്തം നടന്നാൽ പോലും നിങ്ങൾ അതിൽ യാതൊരു രീതിയിലും പിന്മാറരുത്. ശക്തമായിട്ട് നമുക്ക് ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകണം. പിന്നെ ഒരു കാര്യം ഗൗരവമായിട്ട് എല്ലാവരും അറിഞ്ഞിരിക്കുക, ഈ മാർച്ചിൽ പങ്കെടുക്കാത്തവർക്കെതിരെ ശക്തമായ നടപടി പാർട്ടി കൈക്കൊള്ളുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊരു അറിയിപ്പായിട്ട് എടുത്ത് കൃത്യമായിട്ട് രാവിലെ 9 മണിക്ക് രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ അവിടെ എത്തിച്ചേരുക. വലിയവരുടെ രക്തസാക്ഷി മണ്ഡപത്തിനടുത്ത് നിങ്ങൾക്ക് എന്താ കാര്യം? ഈ പാളയത്ത് രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ അവിടെ നിന്ന് മാർച്ച് തുടങ്ങണത് വേറെ പാർട്ടിക്കാരുടെ അല്ലേ? വേറെ പാർട്ടിക്കാരെ, ഞങ്ങളുടെ പാർട്ടിയുടെ. നിങ്ങൾക്ക് എവിടെ രക്തസാക്ഷി? എൻ്റെ കർത്താവേ, നിന്നോട് ഞാൻ ഇതൊക്കെ എടി, ഞങ്ങളുടെ രക്തസാക്ഷി മണ്ഡപം അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ട്. അതുപോലെ അറിയാമോ എവിടെ? അവിടെ കിടക്കണില്ലേ? എനിക്ക് കുറച്ച് മെസ്സേജ് കൂടെ അയക്കാനുണ്ട്. കുറേ പേര് കൂടെ അയച്ചാലേ. എന്റെ ക്ലീറ്റോ, ആ പാർട്ടിക്കാർ വീട്ടിൽ എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങട്ടെ ക്ലീറ്റോ. നിങ്ങളെ കൊണ്ട് ഭയങ്കര ശല്യമായിട്ടുണ്ടാവും അവർക്ക്. ഞാനിത് അവരെ വിളിച്ചല്ല പറയണത്, മെസ്സേജാണ്. ഈ മെസ്സേജ് അവരെ ഫോണിൽ ചെല്ലുമ്പോൾ അവർ സൗകര്യം പോലെ അത് വെച്ച് കേൾക്കും. അവരെ കുടുംബത്തിരിക്കാൻ പകലും ഇരിക്കാൻ സമ്മതിക്കില്ല, രാത്രി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കണോ? അങ്ങനെ തന്നെ പ്രവർത്തിക്കണം. രാത്രിയും പകലൊന്നുമില്ല, അങ്ങനെ ആയിരിക്കണം ഒരണി പാർട്ടിക്ക് വേണ്ടി. എന്താ തല്ല് കിട്ടുമ്പോ പിന്നോട്ട് പോകരുതെന്നോ? നിങ്ങൾ ആദ്യം ഇറങ്ങിയോടുമല്ലോ. വന്ന് കിടക്കതേ, എനിക്ക് ജനലും അതിലൊക്കെ അടയ്ക്കണം. ജനലും അതിലൊക്കെ ഞാൻ അടച്ചോളാം. അടയ്ക്കണ്ട, വാ. എടി, എനിക്ക് കുറച്ച് മെസ്സേജ് ഇവിടെ അയക്കാണ്ടെന്ന് പറഞ്ഞില്ലേ? ക്ലീറ്റോ, കള്ളന്മാരൊക്കെ ഇറങ്ങിയിട്ടുള്ള കാര്യം പറഞ്ഞു. കള്ളന്മാരൊക്കെ വരട്ടെ. അത് ആരെങ്കിലും ഈ കള്ളന്മാരെ ഇങ്ങനെ ആള് വീട് ഉണർന്നിരിക്കണ വീടാണെന്നൊക്കെ പറയുമ്പോൾ കള്ളന്മാരൊന്നും കേറില്ല. ഇതിനകത്തിരുന്നതാക്കിയാലും നീ കളിക്കരുത്, നീ ചുമ്മാ ഇരിക്കും. എനിക്കിത് ഇത് ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഇച്ചിരി അയക്കട്ടെ. ഇത്ര നേരം ഇരുന്നപ്പോൾ നീ അവിടെ ശല്യം എന്ന് പറഞ്ഞാൽ ഞാനിത് ഇങ്ങോട്ട് വന്നിരുന്നു. ഇവിടെ വന്നിട്ട് ഇനി ഇവിടെ വന്ന് എന്നെ ശല്യം ചെയ്യണം. നീ ഒന്ന് അകത്തേറി പോയെ. ക്ലീറ്റോ ജനലും അതിൽ അടയ്ക്കൂല, ഞാൻ അടച്ചോളാം. എടി, ഞാൻ അടയ്ക്കാന്ന് ഞാൻ മനസ്സിലാവൂല. അത് തന്നെ എനിക്ക് പറയണം. ഞാൻ അടച്ചോളാം. ഈ ജനലും ആ വാതിലല്ലേ ഉള്ളൂ. ഞാനങ്ങ് അടച്ചോളാം. ചെല്ലു, പോയി കിടന്ന് ഉറങ്ങും. നിങ്ങൾക്ക് ഉറക്കമില്ലേ മനുഷ്യ? എടി, ഒരു പൊതുപ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ ഉറക്കവും ഊണും ഒന്നും പാടില്ല. ഏത് നിമിഷവും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ഉറക്കമില്ല, ഊണൊന്നിന് 2 എണ്ണം വീതമുണ്ട്. വന്ന് കിടക്കാൻ നോക്ക്. ചെല്ലു. ഒരു പിന്തിരിപ്പി. ഇന്നലെ അടച്ചില്ലേ ക്ലീറ്റോ? ഈ മനുഷ്യനെ ഞാൻ എന്താ ചെയ്യ? ക്ലീറ്റോ, ക്ലീറ്റോ, നിങ്ങൾ എന്താ ക്ലീറ്റോ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ ചെയ്യണത്? വന്നേ നിങ്ങള് മുഖം കഴുകിക്കൊണ്ട് നടക്ക. ഇത് നോക്കിക്കേ. എന്ത് കഥ ഇന്നലെ അടച്ചില്ല അല്ലെ? ഞാൻ നിങ്ങളോട് മലയാളത്തിൽ പറഞ്ഞിട്ടല്ലേ പോയത്? അടച്ചില്ലേ? തമാശ കളിക്കല്ലേ? ഞാൻ രാത്രി അടച്ചിട്ടില്ല ഒന്ന് കിടന്നേ. ഇപ്പൊ ഞാൻ ഇങ്ങനെ എഴുന്നേറ്റ് വന്നപ്പോ കഥ തുറന്നു വന്ന് നടക്കണല്ലോ. തക്കളിയായിരിക്കും. തക്കളി ബാത്റൂമിലല്ലേ? ബാത്റൂമിൽ ഞാനല്ലേ ഇവിടെ നിന്നേ? ഞാൻ മോൻ കഴിക്കൊണ്ടിരുന്നല്ലേ ബാത്റൂമിൽ. തക്കളി അവിടെ ബെഡിലില്ലല്ലോ. അന്ന് അപ്പുറത്ത് പോയിട്ടുണ്ടാവും അമ്മയുടെ അടുത്ത്. തക്കളി, അമ്മേ, അമ്മേ. തുറക്കാൻ പ്രയാസമുള്ളതാണല്ലോ. അവളെ കൊണ്ട് തുറക്കാൻ പറ്റണ. കിടന്ന് അലറല്ലേ? അമ്മാവോ, അവിടെ ഉണ്ടോ അവള്? തക്കളിയാ? തക്കളീനെ കാണുന്നില്ല. വരുന്നേന്ന് കുറെ നേരം കൊണ്ട് അവിടെ കിടന്ന് പറയുന്നല്ലേ. എന്താ കാര്യം? അവളെവിടെ? അവിടെ അവൾ കളിച്ചോണ്ടിരിക്കുകയല്ലേ. എന്താ കാര്യം? മനുഷ്യൻ പേടിച്ചു പോയി.
നീ എവിടെ പോയി നീ? ഡാഡി ഞാൻ ഇന്നലെ രാത്രി ഇത് കളിച്ചിട്ട് അവിടെ മറന്നു വെച്ച്. അപ്പൊ രാവിലെ എണീച്ചപ്പോ ഇതാണ് ആദ്യം ഓർത്ത. ഞാൻ ഇത് എടുക്കാൻ പോയി. മനുഷ്യനെ പേടിപ്പിച്ച് കളഞ്ഞെന്നുള്ളതാണ് രാവിലെ. കുട്ടി പുറത്തു പോയി കളിക്കണേ. ഒന്നുമില്ല മാവ, ഇന്നലെയൊക്കെ കള്ളന്മാരുടെ കാര്യം പാലുകാരിയൊക്കെ പറഞ്ഞില്ലേ കള്ളനൊക്കെ ഇറങ്ങിയിട്ടുണ്ടെന്ന്. അതിന് ഇവിടെ ചാടി കേട്ടോ ഞാൻ കഥ പൂട്ടിയില്ല, ഇന്നലെ പൂട്ടിയില്ലെന്ന് പറയാം. എന്റെ അടുത്ത് ചാടി കയറുക. നീ എങ്ങനെ തുറന്നടിയത്? അത് ഞാൻ തുറന്നൊന്നുമില്ല, അത് തുറന്നു കിടക്കായിരുന്നു. നിന്നെയൊക്കെ വിശ്വസിച്ചിട്ട് എങ്ങനെ അപ്പൊ അടച്ചിട്ട് വേണ്ടേ വന്ന് കിടക്കാൻ? അമ്മ ഞാൻ പൂട്ടിയിട്ടല്ലേ അമ്മ ഇന്നലെ ഞാൻ വന്ന് കിടന്നേ. പിന്നെ തന്നെ തുറക്കാൻ കൂടി എനിക്കെങ്ങനെ അറിയാം? എടി ഇന്ന് വേറെ എന്തായാലും പോയിന്റ് നോക്ക്. എന്താ ഈ വീട്ടിൽ മാത്രം എപ്പോഴും കള്ളം കള്ളം കയറിയതായിരിക്കും. എന്റെ പൈസ കാണണില്ല. അയ്യോ വേറെ എവിടെയെങ്കിലും വെച്ചാ നോക്ക്. എവിടെ? എത്ര? 620 രൂപ. എത്ര? 620 രൂപ. എടീ, വേറെ എവിടെയെങ്കിലും വെച്ചാ നോക്ക്. നിന്റെ പേഴ്സ് എടുത്ത് നോക്ക്. സമാധാനമായി. എന്റെ രസീത് ബുക്കല്ല അവിടെ ഉണ്ട്, അതൊന്നും ആരും എടുത്തിട്ടില്ല. എന്റെ പയ്യൻ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറയും. എന്റെ പൈസ നീ എന്തിനാ ഇങ്ങനെ കരയണേ? കണ്ട വില പിടിപ്പുള്ള സാധനമുള്ള പണ്ട് 620 മാത്രമായിട്ടാണ് പോവുക. എന്റെ ഫോൺ ഉണ്ടോ അവിടെ? ഇതാ, ഈ വില പിടിച്ച ഫോൺ വരെ കൊണ്ടുപോയിട്ടില്ല. പിന്നെ അങ്ങനെ കാശ് കൊണ്ടുപോയി? എന്റെ പൈസ കാണാനില്ല. എടി അത് വേറെ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടാവും. ഇല്ല, ഞാൻ ഇതിനകത്ത് പൈസ വെക്കണം. നീ എന്തിനാ അതിനകത്തോട്ട് പൈസ വെക്കണേ? പറഞ്ഞ അമ്മ, എന്റെ പൈസ പോയി. പൈസ കാണാനില്ല. പൈസ പൈസ പൈസ. ഒരു 620 രൂപയ്ക്ക് വേണ്ടിയാണ് ഈ കിടന്ന് കാരണം. നീ ഒന്ന് അടങ്ങ്. അമ്മക്ക് അങ്ങനെ പറയാം, ഞാൻ നല്ലോണം ചവിട്ടി ഉണ്ടാക്കിയ പൈസ. നമുക്ക് ഇനിയും ചവിട്ടാലോ. എനിക്കൊന്നും ഒന്നും സംഭവിച്ചില്ല. നമുക്ക് ആർക്കും വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. എന്റെ കാശ് പോയില്ലേ? വെറും 620 ഉറുപ്പിക പോയാൽ അങ്ങനെ കടന്ന് കരയണത്. ഇന്നലെ ചേച്ചിയുടെ മാല കാണാനില്ല എന്ന് പറഞ്ഞപ്പോ സമാധാനിപ്പിച്ചോളാണല്ലോ. സ്വന്തം കാശ് പോയപ്പോ പൊള്ളിയില്ലേ? സമാധാനപ്പെട്. പെൻഷൻ കിട്ടട്ട് 620 രൂപ ഞാനും തന്നിട്ടാ. അമ്മ 620 കൊണ്ട് ഒരു 1000 ആയിട്ടും കൂടെ അമ്മ. അതിന് വേണ്ടി അവള് കരഞ്ഞു. കരയാതിരി. തരും തരും അമ്മ തരും. സമാധാനപ്പെട്. എടി നോക്കി കണ്ട കുട്ടിക്ക് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി നമുക്ക് സ്കൂളിൽ പോണ്ടേ? അമ്മാവൻ ഇതിന് ദേഷ്യപ്പെടണേ. സമാധാനത്തിൽ പറയാൻ അറിഞ്ഞൂടെ? സമാധാനത്തില് രാവിലെ തന്നെ ഓരോന്ന് വിളിച്ചു പറഞ്ഞിട്ട്. എന്നാലും ഞാൻ ആലോചിക്കുകയായിരുന്നു ഈ 620 രൂപ ആലോചിക്കണവൻ വാതിലും തുറന്ന് മരത്തിട്ട് വന്ന് കടന്നുറങ്ങിട്ട് പൊന്നാനം പറയാൻ നിൽക്കവൻ. ഞാൻ പൂട്ടിയമ്മ സത്യം. നീ പൂട്ടി, ഞാൻ വെറുതെ വല്ല നിന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ട നോക്കുന്നത്. നീ പിന്നെ തുറന്നോടി ഇതിന്റെ ആവശ്യത്തിന്. ആരെടുക്കാൻ പോയി? അതിനിടയ്ക്ക് നീ തുറന്നു നടന്നപ്പോലെ പോയത്. പിന്നെ അതെങ്ങനെ തുറന്നു? സൂക്ഷിക്കണം. വിളിക്ക് വിളിക്ക്. എണ്ണ എന്ന് പറയുന്ന സാധനം തലയിൽ തൊടൂലമ്മ. പാരി പറ. അവളുടെ സങ്കടമല്ലേ എപ്പോഴേ പോയി. സങ്കടവും പോയി, അവൾക്ക് സമാധാനമായി. അവളെ സംബന്ധിച്ച് 10 മിനിറ്റ് കൊണ്ട് ആ വിഷമമെല്ലാം അങ്ങ് മാറും. അതിനൊരു കഴിവ് അവൾക്ക് കിട്ടിയിട്ടുണ്ട്. കഴിവല്ല ക്ലീറ്റോ, 10 മിനിറ്റ് കൊണ്ട് എന്റെ പൈസ തിരിച്ചു കിട്ടുമല്ലോ. അയ്യോ, അത് നാളെ കിട്ടത്തുള്ളൂ. നാളെ പെൻഷൻ വാങ്ങിക്കാൻ പോരൊക്കെ എനിക്ക്. പെൻഷൻ അല്ല, എന്റെ പൈസ പോയിട്ടില്ല. പോയിട്ടില്ലേ? പോയിട്ടില്ലേ? കിട്ടിയാ? ഇവിടെ തന്നെ ഉണ്ടത്. ഇങ്ങനെ ഒരു മുതല് എന്നിട്ടാണ് ഇവിടെ കിടന്ന് ബഹളവും കൊണ്ടുവച്ച് കാണും. അങ്ങനെ ഒന്നുമല്ല കാര്യം. ഇവിടെ കേറിയ കള്ളനുണ്ടല്ലോ, ഒരു പൊട്ടനാ. എന്റെ അമ്മാവ എന്റെ കഴുത്തേല് സ്വർണത്തിന്റെ കുഞ്ഞതാണെങ്കിലും ഒരു മാലയില്ലേ, അലമാരിയില് തക്ലിയുടെ പൊടിക്കമ്മലും അവളുടെ ഒരു നൂല് പോലത്തെ മാലയുണ്ട്. ഇവിടെ അമ്മാവൻ പറഞ്ഞ പോലെ മൊബൈൽ ഫോണ് അതും ഇതൊക്കെ ഇരിപ്പുണ്ട്. അതെ, അതാ ഞാനും പറഞ്ഞു. ഇതൊന്നും വേണ്ട കള്ളന്. 620 രൂപ മതി. അതായത് അന്നത്തെ ആവശ്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം മാത്രമുള്ള കള്ളനാ. ഏത്? അല്ലെങ്കിൽ അലമാരിയൊക്കെ വലിച്ചു വാരി പരിശോധിക്കാത്ത കള്ളന്മാരുണ്ടോ? ഇതിപ്പോ ഇവിടെ കേറിന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് വാതിലൊന്ന് തുറന്നിട്ടു. തങ്കം മതി. നീ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. നീ എന്നല്ലേ ഉദ്ദേശിച്ചേ? അതെ, അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി. തോന്നിവാസം പറയരുത്. എടുത്ത മുതൽ തിരിച്ചു തരാനുള്ള മാന്യതയും കൂടി കാണിക്കും. നിനക്കെന്തടി അമ്മാവയ്യും എന്തേ അന്ന് പറഞ്ഞത് കാര്യമില്ലേ? എനിക്ക് അപ്പോഴേ ഇങ്ങനെ ഒരു സംശയം. എന്റെ ക്ലീറ്റോ, 620 രൂപ ആവശ്യമുള്ള കള്ളൻ ഈ ദുനിയാവിൽ നിങ്ങൾ മാത്രം ഉണ്ടാവും. തങ്കം നിന്നാണ് അമ്മയാണ് അമ്മാവനാണ് ഞാൻ. വെറുതെ എന്നെ വിളിച്ചതല്ലേ? നിന്റെ സ്വഭാവം അനുസരിച്ച് നീ അതും ചെയ്യും. നാളല്ലേടാ പാവം കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് കട്ടോണ്ട് ആ കാശാണ് കൊടുത്താ. അമ്മാവ 620 ഗുണമുണ്ട്, എനിക്ക് ഒന്നും ചെയ്യാനില്ല. ഒന്നും ചെയ്യണ്ട. ശരി, ഞാനൊന്നും പറയണില്ല. അമ്മാവനും അമ്മയും പറ, ആരെടുത്തിട്ട്? അത് ആർക്കും പച്ചാലും മനസ്സിലായിക്കൂടാ ഇവൻ തന്നെ ചെയ്തെന്ന്.
ക്ലീറ്റോ ഇത്ര നേരം ഞാൻ മര്യാദക്കെ പറഞ്ഞ എന്റെ പൈസ ഇവിടെ വെക്കി. അമ്മ, അമ്മയ്ക്ക് തോന്നണുണ്ടോ അമ്മ ഞാൻ അങ്ങനെ ചെയ്യൂന്ന്? നീ അല്ലാതെ വേറെ ആരും ചെയ്യൂല, നീ അതേ ചെയ്യൂ. നാണുണ്ടോ ക്ലീറ്റോ? 620 രൂപ. നിങ്ങൾക്ക് പൈസ തീരെയില്ലെങ്കിൽ എന്നോട് ചോദിക്കും, ഞാൻ തരാം, ദാനമായിട്ട് തരാം. എന്നാലും മോഷ്ടിക്കരുത്. നീ ചെയ്തോണ്ടിരിക്കണത് മതി മതി. എന്ത് മതി? മര്യാദന്റെ പൈസ വന്നേ ക്ലീറ്റോ. തരാം, ഞാൻ തരാം. ബാക്കി എവിടെ? 120 രൂപ ഞാൻ വൈകുന്നേരം വരുമ്പോ തന്നിരിക്കും. കഴിച്ചിട്ട് പോ. വേണ്ട, അയോ നിറഞ്ഞു മനസ്സും നിറഞ്ഞു സന്തോഷം. എന്തെങ്കിലും കാര്യം പറയുമ്പോ ഭക്ഷണത്തിനോടല്ലാട്ടോ വാശി കാണിക്കേണ്ടത്. അതെ, നിന്റെ പൈസ കിട്ടിയല്ല, ബാക്കി പൈസ ഞാൻ വൈകിട്ട് വരുമ്പോ തരും. കാരണം അവ ഭക്ഷണം കഴിക്കുന്നില്ല, പൊറോട്ടയും ബീഫും കഴിക്കാൻ പോവാ. ആണല്ലാത്ത സാധനം. ഗുഡ് മോർണിംഗ് സാർ. കുന്തം. തങ്കോക്കാ. ആ മുത്തുമണിയായിരുന്നോ? அக்கா பாலோட கணக்கு 30 நாளைக்கு 22 ரூபா வச்சு 660 ரூபா. அப்புறம் ஒரு பழைய பாக்கி 180 ரூபா. சரியா? அப்புறம் அது போன மாசம் பாக்கிக்கா. நேத்து அப்புறம் நான் மாட்டுக்கு தீவனம் வாங்கணும்னு சொல்லிட்டு இல்லக்கா 180 ரூபா சத்தியமா நான் எழுதி வச்சிருக்கேன்ல. அப்புறம் நேத்து மாட்டுக்கு தீவனம் வாங்கணும்னு சொன்னப்ப நீங்க ஒரு 620 ரூபா எனக்கு கொடுத்தீங்க. சரியா? அந்த 600 ஆமா, நேத்து உச்சக்கு சாப்பிட்டுட்டு இருக்கும்போது நான் வந்து வாங்கிட்டு போனேனே. மறந்துட்டீங்களா? நான் எழுதி வச்சிருக்கேன். நான் இந்த கணக்கெல்லாம் எப்போ மிஸ்டேக் பண்ணவே மாட்டேன்க்கா. அந்த 620 ரூபா போயிட்டு 220 ரூபா நீங்க எனக்கு தரணும். இந்தாங்க பால். பைசா இப்போ നാളെ തരാം. சரிக்கா, நான் நாளைக்கு வரேன். എന്തോ അമ്മ, ഇന്നലെ 620 രൂപ പാലിന് കൊടുത്തിട്ടാണ് ഇത്രയും നേരം ഡാഡിയെ കിടന്ന് വഴക്ക് പറഞ്ഞ? അവൻ ആ പൈസ എടുത്തില്ല, പിന്നെ ഈ 500 രൂപ നിനക്ക് എന്തിനാ അവൻ തന്നത്? പാവം ശുദ്ധൻ, മനസമാധാനത്തിന് വേണ്ടിട്ട് ഇവിടെ ഈ ചാടി കളിച്ചിട്ട് ഇല്ലാത്ത കുറ്റക്കാതെ ഏറ്റെടുത്തില്ലേ? ഏട്ടാ തങ്കം, നിന്റെ ഈ എടുത്തിയായിട്ടാണ് എല്ലാത്തിനും കാരണം. പാവം എന്ത് വിഷമിച്ചാണ് പോയിരിക്കുന്നത് അറിയാമോ? അവനെല്ലാം കടുകയും കാണിക്കുമോ എന്തോ എനിക്ക്. അല്ലെങ്കിലും എനിക്ക് അവനറിയാം, തങ്കപ്പെട്ട മനുഷ്യനവൻ. മാനാഭിമാനമുള്ളവനാ. സ്വന്തം ഭാര്യ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് കട്ടുകൊണ്ടായി ജീവിക്കേണ്ട ആവശ്യമൊന്നും അവനില്ല. നിന്റെ ഈ എടുത്തിയാട്ടും ഈ ദേഷ്യപ്പെടലൊക്കെ ഉണ്ടല്ലോ, അത് കാരണം എത്ര ചെയ്യാത്ത കുറ്റങ്ങൾ ആ പാവെടുത്ത് തലയിൽ വെച്ചിട്ടുണ്ടാവും. നിന്റെ കൂടെ ജീവിക്കണം അവനെ സമ്പാദിക്കണം. Alien versus Alien.